അതൊരു കാര്യം ഈ ചർച്ചയിൽ ആദ്യമേ തന്നെ സൂചിപ്പിക്കാം. ഒന്ന്, ഇനി പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആണെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ചു? ഞങ്ങൾ പൊതുവെ തീരുമാനിച്ച കാര്യമാണ്. പൊളിറ്റിക്കലായി നിൽക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ മാധു, എന്റെ അഭിപ്രായം പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ രീതിക്കനുസരിച്ച് ഇരുന്ന് തരാൻ വരുന്ന കളിപ്പാവകളല്ല, അതാദ്യം മനസ്സിലാക്കുക. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു അഭിപ്രായം പറയട്ടെ വെറുതെ ആളെ മാധു, ഒരു കാര്യം, ഞാൻ ഈ ചർച്ചയിൽ നിന്ന് അവസാനത്തെ ഇപ്പൊ 8:22 7:30 ആരംഭിച്ച ചർച്ചയിൽ എന്നോട് ചോദ്യം ചോദിക്കുന്നത് 8 മണിക്കാണ്. അതായത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം എന്നിൽ അർപ്പിതമായ ഒരു പാനലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എന്നോട് അരമണിക്കൂർ ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏതെല്ലാം പാനലുകളെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയോ അതെല്ലാം വെച്ച് അവതരിപ്പിക്കുന്നു. അതിൽ നിങ്ങൾ സ്വതന്ത്രർ എന്ന് പറയുന്നു, സ്വതന്ത്രരല്ല. ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരു ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഇവിടെ ഹരിദാസ്, MK ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി സ്വതന്ത്രനല്ല. നിങ്ങൾക്ക് സ്വതന്ത്രനായിരിക്കാം, ഞങ്ങൾക്ക് സ്വതന്ത്രനല്ല. ഞങ്ങൾക്ക് അങ്ങേയറ്റം ഞങ്ങളുടെ രാഷ്ട്രീയത്തെയും ഗവൺമെന്റിനെയും എതിർക്കുക എന്നത് ശ്വാസോച്ഛ്വാസത്തിൽ തുടരുന്ന വ്യക്തിയാണ് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ നിങ്ങൾക്ക് അദ്ദേഹം സ്വതന്ത്രനായിരിക്കാം, ഞങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളുടെ അഭിപ്രായമാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ ആളുകൾക്ക് 62 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന 1600 രൂപ വെച്ച് കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനവുമില്ല. അതൊന്നും പരാമർശിക്കരുത്, അദ്ദേഹത്തിന് നൊന്ത് കളയും എന്നുള്ളതാണ് പ്രശ്നം. ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. അങ്ങനെ നൊന്ത് പോകുന്ന കുറെ ആളുകളെ കൊണ്ടിരുത്തി നിങ്ങൾ ഈ ചർച്ച നടത്തുകയാണ്. ഞങ്ങളുടെ പാനൽ എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായമാണ് പറഞ്ഞത്, നിങ്ങളുടെ ചാനലിനോടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഞങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ പൊളിറ്റിക്കലായി അപ്പുറത്ത് കോൺഗ്രസും BJPയും രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ അല്ലാതെ ഒരുക്കി വെക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ തയ്യാറല്ല. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നത്? അല്ലല്ല ശ്രീ SK സജീഷ്, അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഏകപക്ഷീയമായി ഒരു കാര്യം അഭിപ്രായം പറയാൻ താങ്കൾക്ക് അവസരമുണ്ട്. നീ എന്നെ പേടിപ്പിക്കണോ? താങ്കൾക്ക് അവസരമുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങനെ മറുപടിയല്ല പറഞ്ഞത്, അങ്ങൊരു അഭിപ്രായമാണ് പറഞ്ഞത്. സ്വാഭാവികമായും ഞാനും പറയട്ടെ, ഇതാ 8:30 മുൻപ് അങ്ങയോട് മാത്രമേ 7 മിനിറ്റോളം ഉണ്ടായിരുന്നു. ഒരു നിമിഷം ശ്രീ SK സജീഷ് നോക്കൂ. അല്ലല്ല, അങ്ങ് ഇതാ വന്നപ്പോൾ മുതൽ ഈ ചർച്ചയിൽ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങ് വന്നപ്പോൾ മുതൽ ഈ ചർച്ചയിൽ നിന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ ഇപ്പൊ അങ്ങ് ഇറങ്ങിപ്പോയി കളയും, ഞങ്ങൾ പൊളിറ്റിക്കൽ വിഷയങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടക്കം മുതൽ ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഞാൻ അങ്ങയുടെ വളരെ ബഹുമാനത്തോടു കൂടി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇത്രയും നേരം ഇനിയും അങ്ങനെ സംസാരിക്കുള്ളൂ. ഞാൻ അങ്ങയുടെ പാർട്ടിയുടെ പ്രതിനിധി ചർച്ചയിൽ വേണമെന്ന ആവശ്യം ബഹുമാനത്തോടെ ഇങ്ങോട്ട് അയച്ചവരോട് അങ്ങോട്ട് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. ഗവൺമെന്റ് ഭാഗമായി ചുമതലപ്പെടുത്തുന്നു. ആ ചുമതല നിർവഹിക്കാൻ പര്യാപ്തമായ വളരെ നിർബന്ധ ബുദ്ധിയുടെ അഭിപ്രായമാണ്. അങ്ങനെ പറയുന്ന അധിക്ഷേപങ്ങളെ മുഴുവനും അയ്യോ SK സജീഷ് പറയുന്നത് വരെ മിണ്ടാതിരിക്കാം, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 30 സെക്കൻഡ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ എന്ന രീതിയിൽ നിങ്ങളുടേതാണ് സമയം. അത്തരം ചെറുതാകുന്നില്ല, അത്തരം ചെറുതാകലുകൾക്ക് ഇവിടെ ഇടവുമില്ല. മറുപടി പറയില്ല, അതിന് പകരം രാഷ്ട്രീയ നിലപാട് മാത്രമേ പറയുള്ളൂ. ഞങ്ങൾ രാഷ്ട്രീയക്കാരോട് മാത്രമേ സംവദിക്കൂ എന്നൊക്കെ മറുപടിയിലേക്കാണ് ഇനി കടക്കുന്നത്. കാണിച്ചാൽ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? ഞാൻ ആമുഖമായി പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു, അത്രമാത്രം. നിങ്ങൾക്കത് പൊള്ളുമെന്ന് എനിക്കറിയാം. എനിക്കൊരു പൊള്ളലുമില്ല ശ്രീ SK സജീഷ്, ഇവിടെ ആകെ പൊള്ളുന്നത് അങ്ങേക്ക് മാത്രമാണ്. വ്യക്തിപരമല്ല. അതെ, നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയാം, വ്യക്തിപരമല്ല കേട്ടോ. പൊതുവെ എല്ലാരോടും കൂടി പറയുന്നത്. എനിക്ക് പൊള്ളിയിട്ടുണ്ട്. കാരണം 1 മണിക്കൂർ ചർച്ചയിൽ ഇടതുപക്ഷത്തിന് ഈ ഗവൺമെന്റിനെതിരായി നിങ്ങൾ ആക്രമിക്കാൻ ഒരു ചക്രവ്യൂഹം തീർത്തു വെച്ചിട്ട് 5 മിനിറ്റ് മാത്രം അനുവദിക്കുകയും 2ാം റൗണ്ടിൽ 8:22 എന്റെ ചർച്ചയിലേക്ക് വരികയും അതിനുശേഷം ഇപ്പോ സമയം 8:26 മാറുകയും ചെയ്ത് ഇനി 4 മിനിറ്റ് മാത്രം അവശേഷിക്കുന്ന ഈ ചർച്ചയിൽ
നിങ്ങളുടെ കിഞ്ചന വർത്തമാനം കേട്ടു പോകണമെന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ ഇനി ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് തെറ്റായിക്കോട്ടെ, ശരി, ഞാൻ അംഗീകരിക്കുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പക്ഷേ ആ തെറ്റായ കാര്യങ്ങളിലും എനിക്ക് എന്റേതായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിനെ നിങ്ങൾക്ക് എതിർക്കാനുമുള്ള അവകാശമുണ്ട്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. ഞാൻ അവതരിപ്പിക്കുമ്പോൾ തന്നെ എതിർത്തേ മതിയാകൂ എന്ന വാശി പിടിക്കാതിരിക്കൂ. ഇവിടെ നേരത്തെ അവതരിപ്പിച്ച രീതിയിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം എന്താണ്? ഒരു ക്ഷേമ സംസ്ഥാനമായി ഈ സംസ്ഥാനത്തെ മാറ്റണമെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? അതുകൊണ്ടാണ് അതിദാരിദ്ര്യം ഉൾപ്പെടെ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറുന്നത്. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങളെ ഗതികേട്ടിലെത്തിച്ചത്. നവംബർ 1 2025 നവംബർ 1 കേരളം അതിദാരിദ്ര്യമുക്ത ഇന്ത്യൻ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടും. മുഖ്യമന്ത്രികൾ പ്രഖ്യാപിക്കും. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഈ പാനലിൽ എതിർക്കുന്നവരോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നവരോ ഇവരെല്ലാവരും ചേർന്ന് ഒരു 100 വർഷം ഇന്ത്യ ഭരിച്ചാലും ഇന്ത്യ അതിദാരിദ്ര്യമില്ലാത്ത രാജ്യമായി മാറില്ല. ഇവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനവും അങ്ങനെ മാറാനും പോകുന്നില്ല. എന്താ ഇവിടെ ഇങ്ങനെയാ? അല്ല, പറയട്ടെ ജ്യോതികുമാർ അങ്ങനെ പ്രയാസപ്പെടണ്ട. ഞാൻ പറയട്ടെ, പിന്നെ ഇവിടെ അങ്ങനെ ഓരോ മേഖലയിലും ഇടപെട്ടുകൊണ്ട് പോകുന്നു. പിന്നെ പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞു. UDF കാലത്ത് 34 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തത്. അതിന് നിങ്ങൾ ആകെ ചെലവഴിച്ച 9,000 കോടിയാണ്. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? അതിന്റെ മുമ്പേ LDF കാലത്ത് കൊടുത്തതും പിന്നെ എങ്ങനെയാണ് മാറുന്നത് ഇവിടെ ആ മാനദണ്ഡങ്ങളിൽ തന്നെ മാറ്റം വരുത്തി. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കാലത്ത് 25,000 രൂപയായിരുന്നു വാർഷിക വരുമാനം പെൻഷൻ അർഹതയെങ്കിൽ അത് 1 ലക്ഷമായി വാർഷിക വരുമാനം ഉയർത്തി. അത് മാത്രവുമല്ല 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ക്ഷേമനിധി പെൻഷൻ പോലും കൊടുക്കാൻ കഴിയുന്നില്ല. മാസത്തെ പെൻഷൻ കൊടുക്കുന്നില്ല. വന്നിരുന്ന വാഗ്ദാനം നടത്തിയാ പോരാ. 5 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട്. ക്ഷേമനിധി പെൻഷൻ കൊടുക്കാനുണ്ട്. അവരുടെ വിഹിതം അടച്ചത് പോലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് ശരി. ഇപ്പോൾ കൃത്യമായി പെൻഷൻ കൊടുക്കുന്നുണ്ട്. 5 മാസം കൊടുക്കാനുണ്ട്. 5 മാസത്തെ കൃഷിയുണ്ടെന്നേ. താങ്കൾക്ക് അത് വലിയ തുകയാകില്ല. കാലത്ത് 27 മാസം തള്ളിയാ പോരാ. നീ ഒന്നും പണയണ്ട. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.